നമസ്കാരം, ഞാൻ കുമളിയിൽ നിന്ന് രാജേഷ് കൃഷ്ണൻ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചിന്നമണ്ണൂർ ഏരിയയിലാണ്. തമിഴ്നാട് ചിന്നമണ്ണൂർ ഏരിയയിൽ തേനി ഡിസ്ട്രിക്റ്റാണ്. ഇവിടെയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഈ കാണുന്നത് കരിമ്പിൻ്റെ കൃഷിയാണ്. കരിമ്പിൻ്റെ കൃഷി. അപ്പോൾ ഇവിടുത്തെ കർഷകനുമായി സംസാരിച്ചു. അപ്പോൾ കർഷകന് ഇന്ത്യാഗ്രയെക്കുറിച്ച് ഇതുവരെയും കേട്ടിട്ടില്ല. ഗവൺമെൻറ് പറയുന്നത് ജൈവവളത്തിൽ കൃഷി ചെയ്യുന്നതൊക്കെ വന്ന് ഇപ്പോൾ കൃഷി ഓഫീസർ കഴിഞ്ഞ ആഴ്ച വന്നു ഇതൊക്കെ വന്ന് ചെക്ക് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞ്. ഇത് ഇവർ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു വലിയൊരു കർഷകനാണ് കരിമ്പ് കൃഷി ചെയ്യുന്നത്. പുള്ളിക്ക് 5.5 ഏക്കർ ആണ് കൃഷിയുള്ള കരിമ്പ് കൃഷി. ഇവിടെ തമിഴ്നാട്ടിലൊരു ആഘോഷം ഇപ്പോൾ വരുന്നുണ്ട്, പൊങ്കൽ. ഈ പൊങ്കൽ വിശേഷത്തിന് വേണ്ടി കട്ട് ചെയ്യുന്ന ആ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ദീപാവലി സമയത്ത് കുറേയൊക്കെ കട്ട് ചെയ്ത് പോയി. പക്ഷേ വളരെയധികം സെയിലാകുന്ന സമയം എന്ന് പറയുന്നത് പൊങ്കൽ ആഘോഷത്തിനാണ്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് കരിമ്പ്. ഇതിനി ഉയർച്ചയിലേക്ക് വരാനുണ്ട്, വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കർഷകൻ ജൈവവളം മാത്രമാണ് കൃഷി ചെയ്യുന്നത്. പുള്ളിയും പറയുന്നു ജൈവവളത്തിൽ കൃഷി ചെയ്യുമ്പോൾ ഫലം വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ഒരു കൃഷിഭവനിൽ നിന്നൊരു ജൈവവളം കൊടുത്തു, സൗജന്യമായി കിട്ടിയാണ്. അതാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇന്ത്യാഗ്രയെക്കുറിച്ച് പറഞ്ഞ് ബ്രോഷറും കൊടുത്തിട്ടുണ്ട്. കർഷകൻ ഒരു പരീക്ഷണം നടത്താൻ തയ്യാറാണ്. അപ്പം അടുത്ത വാരം വരാനാണ് പറഞ്ഞിരിക്കുന്നത്. உரம் கொடுக்கும். உரமா? உரம் இந்த பாட்டம்பாசு போடுவாங்க. பாட்டம்பாசு மொத்தம் 10 മാസം വേണം എല്ലാം. ആമാ, ഒരു 10 മാസം എല്ലാം മതി. ഓക്കെ. വേല ചെയ്യുന്ന കർഷകൻ പറയുന്നത് ഇപ്പോൾ പാസ്റ്റംബോക്സ് ഇട്ടതെന്നാണ് പറയുന്നത്. ഇതൊരു പ്രൊഫസറുടെയാണ് ഈ സ്ഥലം. അപ്പോൾ പുള്ളിയുടെ അഡ്രസ്സൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്, ഫോൺ നമ്പറും തന്നു. ഞാൻ പുള്ളിയെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 2 മാസം കൂടെ കഴിയുമ്പോഴത്തേന് ഇത് കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ 9 മാസത്തോളം ആയി എന്നാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.